PSC വിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 10th പ്രിലിംസിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറായ 05/2025 40 ക്വസ്റ്റ്യനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായവ ഏത്? 1. മൃദുഭാവേ ദൃഢഗാത്രേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. 2. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. 3. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രം. 2. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1. ബക്രാനങ്കൽ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, തെഹരി ഡാം കൃഷ്ണ, സർദാർ സരോവർ നർമ്മദ. 2ൻ്റെത് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. 1, 2, 4 ആണ്. തെഹരി ഡാം കൃഷ്ണ നദി തെറ്റായ ഉത്തരമാണ്. 3. വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? 3 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 1, 2, 3 മാത്രം. 1. കണ്ണൂർ ജില്ലയിൽ പാട്യത്ത് ജനിച്ചു. 2. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 3. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 4. വക്കം അബ്ദുൾ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 4 ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. ജിയും ഭാഷാകവികളും എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. മാപ്പിള റിവ്യൂവിൻ്റെ പത്രാധിപരായിരുന്നു. നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. 5. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? 1. സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. 2. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 3. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. 4. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. 5 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 1, 2, 3 മാത്രം. 6. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തതേത്? 6 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്. 4 മാത്രം. സതിഹിതബോധിനി രാജാറാം മോഹൻ റോയിയുടെ രചനയിൽ പെടാത്തതാണ്. 7. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. 1. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, കേരള ലളിതകലാ അക്കാദമി കാക്കനാട്. 7 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. 2ഉം 3ഉം ആണ്. 2 ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, 3 കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. 8. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈം താലി. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. 3. ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം 1920-ലാണ്. 4. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. 8 ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. 9. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? 1. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ, നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇൻ്റർപോൾ ലിയോൺ. 9 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 1 മാത്രം. 10. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? 10 ഓപ്ഷൻ സി ആണ്, അബ്ദുൾ കലാം ആസാദ്. 11. ആസാം ഹിമാലയ പർവ്വതത്തിൽ ഉയരം കൂടിയത്? 11 ഓപ്ഷൻ ഡി ആണ്, നമജ ബർവ. 12. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്? ഓപ്ഷൻ സി കരീവ. 13. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം? 13 ഓപ്ഷൻ സി ആണ്, റാറ്റ് ഹോൾ മൈനിങ്. 14. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ്? 14 ഓപ്ഷൻ ഡി ആണ്, ടൈറ്റാനിയം ഓക്സൈഡ്. 15. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്? 15 ഡി ആണ്, ഓക്സ്ബോ തടാകങ്ങൾ. 16. നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി ആണ്, ഉത്തർപ്രദേശ്. 17. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്? ഓപ്ഷൻ എ ആണ്, കസാൻ, റഷ്യ. 18. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? 18 സി ആണ്, പഞ്ചസാര വ്യവസായം. 19. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? 19 ബി ആണ്, മധ്യപ്രദേശ്. 20. അജണ്ട 21 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു, എന്തിനെ കുറിക്കുന്നു? 20 ഓപ്ഷൻ എ ആണ്, ആഗോള സുസ്ഥിര വികസനം.
21 ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 21 ബി ആണ് 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും. 22 ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ സി ആണ് 2010. 23 ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? 23 ഓപ്ഷൻ എ ആണ് കേരളം. 24 താഴെ പറയുന്ന 1920-ൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതേതാണ്? 24 ഓപ്ഷൻ ബി ആണ് ഫ്യൂഡൽ നികുതി നൽകുക, 2 മാത്രം. 25 താഴെ പറയുന്ന ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? 25 ഓപ്ഷൻ ഡി ആണ് നവമഞ്ചരി. 26 ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? 26 ഓപ്ഷൻ സി ആണ് ധോളവീര. 27 ചുവടെ കൊടുത്തിരിക്കുന്ന ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 27 ഓപ്ഷൻ ബി ആണ് 1 മാത്രം. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. 28 പാഞ്ചാലി ശബ്ദം എഴുതിയതാര്? ഓപ്ഷൻ എ ആണ് സുബ്രഹ്മണ്യ ഭാരതി. 29 സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? 29 ഓപ്ഷൻ ഡി ആണ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. 30 സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? 30 ഓപ്ഷൻ ബി ആണ് തെലുങ്കാന. 31 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർത്തെഴുതുക. 31 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. 1 ഡി, 2 സി, 3 എ, 4 ബി. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ. ചൂഷണത്തിനെതിരായുള്ള അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? 32 ഓപ്ഷൻ ബി ആണ് പിംഗലി വെങ്കയ്യ. 33 ചുവടെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 33 ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. 34 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതാരാണ്? ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതി. 35 താഴെ പറയുന്ന വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 35 ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം മാത്രം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 36 ഇന്ത്യയിൽ ഭാഷ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? 36 ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശ്. 37 ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഓപ്ഷൻ ബി ആണ് സുകുമാർ സെൻ. 38 അന്യായമായി തടങ്കിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. 38 ഓപ്ഷൻ എ ആണ്. 39 ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? 39 ഓപ്ഷൻ ബി ആനന്ദമഠം. 40 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടുള്ള വനിതകൾ ആരെല്ലാം? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത് ഇവയെല്ലാം.